السلام عليكم ورحمة الله وبركاته. الحمد لله كفى وسلام على عباده الذين اصطفى أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. وقال حبيبنا وسيدنا ورسولنا محمد صلى الله عليه وسلم: والله في عون العبد ما كان العبد في عون أخيه، أو كما قال رسول الله صلى الله عليه وسلم. ഏറെ ആദരണീയനും സുഹൃത്തുമായ ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സലീം മൗലവി അൽ കൗസരി അവറുകൾ, ഇവിടെ ഖിറാഅത്ത് ഓതിയ അൽ ഹാഫിദ് അഹമ്മദ് റഹ്മാൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റും പണ്ഡിത തറവാട്ടിലെ നമ്മുടെ എല്ലാവരുടെയും മുൻഗാമിയുമായ, അതിലേറെ ഈ വിനീതന്റെ ഗുരുവര്യൻ കൂടിയായ അൽ ഉസ്താദ് മൗലാന പി ഇസ്ഹാഖ് മൗലവി അൽ ഖാസിമി അവർകൾ, ഇവിടെ പ്രഭാഷണത്തിന് വേണ്ടി എത്തിയിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS, മാനേജിംഗ് എഡിറ്റർ മീഡിയ വൺ സി ദാവൂദ് സാഹിബ്, കേരളത്തിലെ പ്രഗത്ഭനും പ്രശസ്തനുമായ പ്രഭാഷകൻ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അലിയാർ കാസിമി അവർകൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അൽ ഉസ്താദ് ഷെരീഫ് മൗലവി അൽ കൗസരി അവർകൾ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭരായ പ്രശസ്തരായ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തെ പൂർണ്ണമായി കബൂൽ ചെയ്യുകയും ഏതൊരു ലക്ഷ്യത്തിലാണോ ഇതിവിടെ സംഘടിപ്പിക്കപ്പെട്ടത് അതിനെ പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് അള്ളാഹു കൊണ്ടെത്തിക്കട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ജമിയത്തുൽ ഉലമാ ഹിന്ദ് ഇത് നമ്മുടെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറാണ് വേദിയിലേക്ക് എത്തിയത്. ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്ന പണ്ഡിത ബഹുജന ദേശീയ പ്രസ്ഥാനം, ഇതിന്റെ കാരാളികോണം യൂണിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന റബീ 2025 സീറത്തുൻ നബി സമ്മേളനത്തിലാണ് നാം ഓരോരുത്തരും സംഗമിച്ചിരിക്കുന്നത്. 4 വർഷത്തിലധികമായി കാരാളികോണം എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ആബാലവൃദ്ധം ജനങ്ങൾക്കും സുപരിചിതമാം വിധം ഓരോരുത്തരും ഇതിന്റെ പ്രവർത്തകരോ ഇതിന്റെ അനുഭാവികളോ അതല്ലെങ്കിൽ ഇതിന്റെ അഭ്യുതകാംക്ഷികളോ ആയി ഇതിനകം മാറിയിട്ടുണ്ട് എന്നതാണ് ജമിയത്തിന്റെ യൂണിറ്റ് പ്രവർത്തനത്തിന്റെ സാക്ഷ്യപത്രമായി ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനസാഗരം എന്ന് പറയാതെ വയ്യ. എന്റെ പ്രിയമുള്ളവരെ, ജമിയത്തുൽ ഉലമാ ഹിന്ദ് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നും എന്നും ഏറ്റവും പഴക്കമുള്ളതും ഈ രാജ്യത്തിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആദർശ വൈജ്ഞാനിക മേഖലകളുടെ നൂറ്റാണ്ടിലേറെ കാലത്തെ കാവൽക്കാരായി പരിരസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്ന് നാം അറിയണം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ, പാരമ്പര്യവും പഴക്കവും മാത്രമല്ല ഈ ജമിയത്തിന് അവകാശപ്പെടാനുള്ളത്. ഈ രാജ്യത്തെ ഇസ്ലാമിക സമൂഹത്തെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തി ഈ രാജ്യം ഇന്ന് നിലനിൽക്കുന്ന രൂപത്തിൽ ഇതിനെ നിലനിർത്തി പോരാൻ, ഒന്നുകൂടി പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഇന്നും എന്നും കാവലിരിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്ന് നാം തിരിച്ചറിയണം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നുവെങ്കിലും സ്വാതന്ത്ര്യലബ്ധിക്ക് അത് വഴിതെളിച്ചില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ പൗരന്മാരെ കൊന്നൊടുക്കുകയും അവകാശങ്ങൾ ഒന്നൊന്നായി നിഷേധിക്കുകയും സ്വാതന്ത്ര്യത്തിന് പകരം അടിമത്തത്തിന്റെ കൂച്ചുവിലങ്ങിടുകയും ചെയ്തപ്പോ ഈ രാജ്യത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ കൂടിയാലോചിച്ചുകൊണ്ട് 1919 നവംബർ മാസം ഡൽഹിയിൽ രൂപം കൊണ്ട പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്ന്. സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമികയിൽ ഓരോ മുസ്ലിമും തന്റേതായ കയ്യൊപ്പ് ചാർത്തൽ മതപരമായ ബാധ്യതയാണ് എന്ന് ഫത്വ കൂടി വന്നപ്പോ ബ്രിട്ടീഷുകാർ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഈ രാജ്യം സാക്ഷിയായി എന്നുള്ളതാണ്. എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സമര പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ ജമിയത്തിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ബ്രിട്ടീഷുകാരാൽ മാൾട്ട ജയിലിൽ അടയ്ക്കപ്പെട്ട ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദുൽ ഹസൻ ദയ്യൂബന്ദി അടക്കം, ഷെയ്ഖുൽ ഇസ്ലാം ഹുസൈൻ അഹമ്മദ് മദനി അടക്കം, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്തും അടക്കം, മൗലാന അബുൽ കലാം ആസാദ് അടക്കം, മൗലാന കിഫായത്തുള്ള അടക്കം ഇവരെല്ലാവരും മഹാത്മാഗാന്ധിയോടൊപ്പം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയെങ്കിൽ ഈ നേതാക്കന്മാരെല്ലാം ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ ആദ്യകാല പ്രവർത്തകരായിരുന്നു. ജമിയത്തുൽ ഉലമാ ഹിന്ദിന് രൂപം കൊടുത്ത പ്രവർത്തകരായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. 1919 ഇത് രൂപീകരിച്ചത് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്ന്. ഒടുവിൽ 1924 ഹുസൈൻ അഹമ്മദ് മദനി ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ ആദ്യ സ്ഥാപക പ്രസിഡന്റുമാരിൽ ഒരാളായ മഹാനവറുകൾ 1924 പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിം സമുദായം ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കണമെന്ന ഒരു ആഹ്വാനത്തോടുകൂടി ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളിൽ ഈ മുസ്ലിം നേതാക്കൾക്ക് പിന്നിൽ ഈ മുസ്ലിം സമുദായം എന്നല്ല ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദിനെ കുറിച്ച് പറയാനുള്ളത്. എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇത് സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമികയിൽ മാത്രമല്ല, ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ സേവനങ്ങൾ ഇന്നും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഏറ്റവും മുന്നിലുണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഭരണഘടന നിലനിൽക്കണമെന്ന്, ഇവിടുത്തെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആശിച്ചും ആഗ്രഹിച്ചും ഇതിനുവേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദ്. നാം മനസ്സിലാക്കണം, ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയപ്പോ വഖഫിന്റെ പേരിൽ വഖഫ് സ്വത്തുക്കൾ മുഴുവനും പിടിച്ചെടുത്തുകൊണ്ട് വഖഫ് നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോ മദ്രസകൾക്കെതിരെയുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ മത വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമീങ്ങളുടെ എല്ലാ സ്വത്വവും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുടെ വീടും കച്ചവട സ്ഥാപനങ്ങളും അടക്കം സകലതും ഫുൾടോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിക്കൊണ്ട് ഫുൾടോസർ രാജ് എന്ന പേരിൽ ആസാമിന്റെ തെരുവുകളിൽ തെരഞ്ഞു പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ മുന്നിട്ട് വന്നപ്പോൾ ഇവിടെയെല്ലാം ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ സേവനം എത്ര വലുതാണ് എന്ന് ഓരോന്നിനും അതാതിൻ്റെതായ സമയങ്ങളിൽ സുപ്രീം കോടതിയിൽ ഇടപെട്ട് വളരെ കൃത്യമായി രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കേസുകൾ നടത്തിയ, ലക്ഷങ്ങൾ മുടക്കി കേസുകൾ നടത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്ന് നാം തിരിച്ചറിയണം. എന്റെ പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ഐക്യപ്പെട്ടുകൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിക്കാതെ, സൗഹാർദ്ദത്തിന് ഭംഗം വരാതെ, തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കാതെ, മറ്റു മതവിഭാഗങ്ങൾക്കൊന്നും ശല്യമാകാത്ത വിധം എന്നാൽ മുസ്ലിമീങ്ങളുടെ കൃത്യമായ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് NRC പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങളിലും നിരപരാധികളായ ഒരുപാട് യുവാക്കളെ UAP പോലുള്ള കേസുകൾ ചുമത്തിക്കൊണ്ട് ജയിലടക്കപ്പെട്ടപ്പോൾ എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലും
നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പോരാടിയ ഒരു പ്രസ്ഥാനം ജമിയത്തുൽ ഉലമാ ഹിന്ദ്. എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രസ്ഥാനത്തിന്റെ, ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ, പണ്ഡിത ബഹുജന പ്രസ്ഥാനത്തിന്റെ കാരാളികോണം യൂണിറ്റ് രൂപീകൃതമായി ഇന്ന് 4 വർഷം കഴിയുമ്പോ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ കാരാളികോണത്തിന്റെ കൊച്ചു ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ സേവനങ്ങൾ അനുഭവിക്കാത്തവരോ അതിന് സാക്ഷിയാകാത്തവരോ ഒരൊറ്റ ആളും ഉണ്ടാകുകയില്ല എന്ന് ഈ യോഗത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ പ്രവർത്തകർക്ക് പറയാൻ കഴിയും. അള്ളാഹു നിലനിർത്തട്ടെ, ഇഖ്ലാസ് ഉള്ളതാക്കട്ടെ. പടച്ചവൻ ഇതിന്റെ സേവന പ്രവർത്തനങ്ങൾ ഇനിയും ഇതിന്റെ വ്യാപ്തിയിൽ എത്തിക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, 2 കാര്യങ്ങളാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദ് ഊന്നിപ്പിടിക്കുന്ന ലക്ഷ്യങ്ങൾ. ഒന്ന്, ധർമ്മ സംരക്ഷണമാണ്. നമ്മുടെ നാടുകളിൽ, രാജ്യത്ത് ധർമ്മമുണ്ടാകണം. അധർമ്മങ്ങൾ, അരാജകത്വങ്ങൾ കൊടികുത്തി വാഴുമ്പോഴും ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം പാടുപെടുന്ന, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി പാടുപെടുന്ന ഒരു പ്രസ്ഥാനമാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദ്. 2ാമത്തെ കാര്യം സൃഷ്ടി സേവനമാണ്. മനുഷ്യന്മാർക്കെല്ലാം, ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് വേണ്ടുന്ന പരിഗണനകൾ കൊടുത്തുകൊണ്ട്, ആ മനുഷ്യന് വേണ്ടുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ട് അവനെ ചേർത്ത് പിടിക്കാൻ നടപ്പിലാക്കി വരുന്നുണ്ട്. മറ്റൊന്ന്, പ്രകൃതി ദുരന്തങ്ങൾ നടന്നപ്പോ വയനാടിലടക്കം നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാടും വയനാടിനോടൊപ്പം എന്ന ലേബലിൽ ഈ കാരാളികോണത്തും ഇവിടെയുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടേക്ക് വേണ്ടുന്ന സഹായ സഹകരണ എല്ലാ പ്രോത്സാഹനങ്ങളും അനുമോദനങ്ങളും നടത്തി വരുന്നുണ്ട്. ഇതാണ് 1ാമത്തെ ലക്ഷ്യം. വിദ്യാഭ്യാസ നടപ്പിലാക്കി വരുന്നുണ്ട്. മറ്റൊന്ന്, പ്രകൃതി ദുരന്തങ്ങൾ നടന്നപ്പോ വയനാടിലടക്കം നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാടും വയനാടിനോടൊപ്പം എന്ന ലേബലിൽ ഈ കാരാളികോണത്തും ഇവിടെയുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടേക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ജമിയത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കൃത്യമായി ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജമിയത്തുമായി ചേർന്ന് നിന്നുകൊണ്ട് പല പരിശ്രമങ്ങൾക്കും ആഹ്വാനം ചെയ്യുമ്പോൾ അത് നമ്മളറിയാം. വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇമെയിലുകൾ അയക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അതുപോലുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇതിന്റെ വോളണ്ടിയേഴ്സ്മാർ കൃത്യമായി വീടുകളിലും പള്ളികളിലും കേന്ദ്രീകരിച്ച് ഇമെയിലുകൾ ശേഖരിച്ച് അയക്കുന്നതടക്കം വലിയ സേവന പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഒടുവിലത്തതെന്ന് പറയട്ടെ, കാരാളികോണത്ത് നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മുടെ പള്ളിയിൽ പറയപ്പെട്ടതുപോലെ നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മുടെ ഇടയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു പാവം സഹോദരൻ, ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന ഒരു പാവം സഹോദരൻ, ആ സഹോദരന് വളരെ ഗുരുതരമായ പല രോഗങ്ങൾ പിടിപെട്ട് ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ആ ചികിത്സയ്ക്ക് വകയില്ലാതെ, അതുപോലെ തന്നെ ഒരു വീട് കൃത്യമായി താമസിക്കാനില്ലാതെ ആ സഹോദരൻ നമ്മുടെ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോ ജമിയത്തുൽ ഉലമാ ഹിന്ദ് ഇവിടെയുള്ള പല ആളുകളെയും കണ്ടുകൊണ്ട് ആ സഹോദരൻ ഒരു വീട് വെച്ച് പൂർത്തിയാക്കി കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ്. അൽഹംദുലില്ലാഹ്, ആ വീട് ഏകദേശം കോൺക്രീറ്റിന്റെ വക്കിലെത്തി നിൽക്കുന്നു. അത് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന പ്രതീക്ഷയോടുകൂടി ഇതുപോലുള്ള പല പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ഇന്നിവിടെ നിങ്ങൾ ഈ കാണുന്ന വീൽ ചെയർ ഉണ്ട്. ജമിയത്തിന്റെ പ്രവർത്തനങ്ങൾ, അവർ ആതുര സേവന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ പലപ്പോഴും ആവശ്യമായ ചികിത്സാ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് സമീപിക്കുമ്പോൾ നമുക്കത് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ പ്രവർത്തകർ അത് ഒരു സഹോദരനുമായി ബന്ധപ്പെടുകയും ആ സഹോദരനോട് ആലോചിക്കുകയും അതിലെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരണമെന്ന് പറയുകയും ചെയ്തപ്പോ ഇന്ന് ഈ കാണുന്ന 4 വീൽ ചെയർ അടക്കം, അതുപോലെ തന്നെ ഈ രോഗികൾക്ക് കിടക്കുന്ന കട്ടിലടക്കം, അതുപോലെ തന്നെ വാക്കർ അടക്കം, എയർ ബെഡുകളടക്കം ഒരു കിടപ്പ് രോഗിക്ക് ആവശ്യമായ മുഴുവൻ സാധന സാമഗ്രികളും വാങ്ങിച്ചു തന്നുകൊണ്ട് ഈ ജമിയത്തിനെ സഹായിച്ചുവെങ്കിൽ തീർച്ചയായും ജമിയത്തിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് മുന്നേറ്റ് പോകേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് ഈ കർമ്മവീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഒരു അംഗീകാരമായിട്ടാണ് ഈ ആളുകൾ നിങ്ങൾക്ക് ഇത് വാങ്ങിത്തന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ നാടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഇനിയും നിങ്ങൾ സാക്ഷിയാകേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. ഒപ്പം ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ആദ്യമായി
ഈ യോഗത്തിന് അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ സലീം മൗലവി അൽ കൗസരി അവർക്ക് എന്റെ പേരിലും ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മറ്റൊന്ന് ഇവിടെ ഖിറാഅത്ത് ഓതിയ അൽ ഹാഫിദ് അഹമ്മദ് റഹ്മാൻ എന്ന കുട്ടി, ആ ചെറിയ പയ്യൻ, അള്ളാഹു ആ കുഞ്ഞിന്റെ ശബ്ദത്തിൽ അള്ളാഹു എല്ലാവിധ അഭിവൃദ്ധികളും നൽകുമാകട്ടെ, പഠനത്തിൽ പുരോഗതി നൽകുമാറാകട്ടെ. പ്രത്യേകം ദുആ ചെയ്യുന്നു. ആ കുഞ്ഞിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റും അതുപോലെ തന്നെ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന, ഒരുപാട് പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവും ഒരുപാട് പണ്ഡിതന്മാരുടെ ഉസ്താദുമായ ബഹുമാന്യനായ അൽ ഉസ്താദ് മൗലാന പി ഇസ്ഹാഖ് മൗലവി അൽ കാസിമി അവർക്ക് ജമിയത്തുൽ ഉലമാ ഹിന്ദ് കാരാളികുണ യൂണിറ്റിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ ആമുഖ പ്രഭാഷണം നടത്താനെത്തിയ, നമുക്കറിയാം കേരളത്തിന്റെ എല്ലാ പള്ളികൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിലും എല്ലാ സംഘടനകൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിലും ഞാൻ അറിഞ്ഞ പ്രവാചകനെന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും സന്ദേശവും വരച്ചു കാട്ടി നമുക്ക് പോലും അതിശയമാകും വിധം പ്രവാചകനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അവർ, അദ്ദേഹത്തിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സി ദാവൂദ് സാഹിബ് അവറുകളാണ്. സി ദാവൂദ് സാഹിബ് അവറുകളെ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പ്രോഗ്രാമിലൂടെ, മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പ്രോഗ്രാമിലൂടെ കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള കളങ്കവുമില്ലാതെ വളരെ കൃത്യമായി നിലപാടുകളോടുകൂടി പഠിച്ച് അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉള്ളിൽ നിന്ന് കൃത്യമായ നിലപാടുകൾ ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്ന, ഈ നാടിനോട് വിളിച്ചു പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സി ദാവൂദ് സാഹിബ് അവറുകളെ ജമിയത്തുൽ ഉലമാ ഹിന്ദ് കാരാളികുണ യൂണിറ്റിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താനെത്തിയിട്ടുള്ള ബഹുമാന്യരായ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ മുസ്ലിം ആധികാരിക ശബ്ദമെന്ന് ഉറപ്പിച്ച് പറയാൻ എന്ന് ഒന്നുകൂടി പറഞ്ഞാൽ ഫാഷിസ്റ്റ് ശക്തികൾക്ക് പോലും ഈ ശബ്ദം പേടിയായി തുടങ്ങിയ ബഹുമാന്യനായ പണ്ഡിതൻ അലിയാർ ഖാസിമിയെ ഉസ്താദ് അവർക്ക് ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ഉസ്താദ് ഷരീഫ് മൗലവി അൽ കൗസരി അവർക്ക് ജമിയത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന ആളുകൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വാഹിർ ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.